നമസ്കാരം. കുട്ടികളുടെ വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാർക്കായി നിരവധി പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ കുട്ടികളുടെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. തൃശൂർ ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ക്രിസ്തു ചരിതം മെഗാ ഷോയുടെ വിശേഷങ്ങൾ. മന്ത്രി PK ജയലക്ഷ്മിക്കൊപ്പം ഇടമലക്കുടി അംഗനവാടിയിലെ കൂട്ടുകാർ. 62 കൂട്ടുകാർ ചേർന്നൊരുക്കിയ അപൂർവ ചിത്ര പ്രദർശനത്തിന്റെ വിശേഷം. ആനിമേഷൻ ചിത്രം പൈറേറ്റ്സ് ഏപ്രിൽ 27 തിയേറ്ററുകളിൽ. വിവിധ കലകൾ ഉൾപ്പെടുത്തി തൃശൂർ ദേവമാതാ സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ക്രിസ്തു ചരിതം മെഗാ ഷോയുടെ വിശേഷങ്ങളാണ് ആദ്യം. 1500ഓളം കുട്ടികളാണ് പരിപാടിയിൽ അണിനിരന്നത്. മനുഷ്യത്വത്തെ കീറിമുറിച്ചിരുന്ന അരുതായ്മകൾക്കെതിരെ ചാട്ടവാർ വീശിയ ധീരൻ ഇവിടെ ഇതാ. ആ കാലടികളിൽ നിന്നടർന്നു വീണ മണൽത്തരികൾ രത്നങ്ങളായി മാറുന്നു. ക്രിസ്തു ചരിതം എന്ന നാമത്തിലൂടെ. ക്രിസ്തു ചരിതം. യേശുക്രിസ്തുവിന്റെ ജീവിതം മുതൽ ഉയർപ്പ് വരെയുള്ള ചരിത്രം 3 ഓപ്പൺ സ്റ്റേജുകളിലായാണ് അരങ്ങേറിയത്. 10 നൃത്തരംഗങ്ങൾ, 11 നാടകങ്ങൾ, 2 സംഗീതരംഗങ്ങൾ എന്നിവ കോർത്തിണക്കി 23 സീനുകളിലാണ് ബൈബിൾ ചരിത്രം ദൃശ്യവൽക്കരിച്ചത്. കേരള നടനം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, മൈം, ഭരതനാട്യം, കുച്ചിപ്പുടി, പാശ്ചാത്യ നാടകം, മോണോ ആക്ട്, കഥകളി, ഫ്യൂഷൻ നൃത്തം, കഥക്, മുക്കുവ നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ ഓരോ കഥയ്ക്കും അകമ്പടിയായി വേദിയിലെത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും എഴുതിയ 7 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള 10ഓളം ഗാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതോടൊപ്പം പശ്ചാത്തലത്തിലുള്ള സ്ക്രീനിൽ ചരിത്ര സ്ഥലങ്ങളും തെളിഞ്ഞു. പഴയകാലത്തെ വസ്ത്രങ്ങളും വസ്ത്രധാരണ ശൈലിയും പുനരവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ ചരിത്ര കഥാപാത്രങ്ങളായി. ലോക സൃഷ്ടി മുതലുള്ള സംഭവങ്ങൾ ഒരു ബാലികയുടെ സ്വപ്നമായാണ് അവതരിപ്പിച്ചത്. യേശുവിന്റെ ജ്ഞാനസ്നാനം, ദേവാലയ ശുദ്ധീകരണം, കാനായിലെ കല്യാണം, മുക്കുവ നൃത്തം, യേശുവിന്റെ പരീക്ഷണങ്ങൾ, യൂദാസിന്റെ ഒറ്റുകൊടുക്കൽ, ഓശാന, നല്ല സമരിയാക്കാരൻ, കുരിശുമരണം, ഉയിർപ്പ് തുടങ്ങിയ രംഗങ്ങൾ ആധുനിക സാങ്കേതികവിദ്യയുടെ പുത്തൻ പരീക്ഷണങ്ങളായി. സ്വാമി വിവേകാനന്ദൻ, മദർ തെരേസ, ഗാന്ധിജി, ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തുടങ്ങിയവർ സത്യാന്വേഷണ പ്രവാചകരുടെ കാഴ്ചപ്പാടിലൂടെ വേദിയിലെത്തി. 1500ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന മെഗാ ഷോ അക്ഷരാർത്ഥത്തിൽ വിസ്മയം തീർത്തു. ആഴ്ചകളായി നാടകത്തിന്റെ പണിപ്പുരയിലായിരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നം പൂവണിഞ്ഞുകൊണ്ടാണ് നാടകം വേദിയിൽ അരങ്ങേറിയത്. കുട്ടികളുടെ വാർത്ത. ജയ്ഹിന്ദ് ന്യൂസ്. ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾ സന്തോഷത്തിലാണ്. ഇന്നേ മുതൽ ഇവർക്ക്
പഠനത്തിന് സ്വന്തമായി അംഗനവാടി കെട്ടിടം ഉണ്ടാകും. അക്ഷരമറിയാത്ത പ്രാകൃതരെ പോലെ ജീവിതം കഴിച്ചുകൂട്ടിയവരാണ് ഇടമലക്കുടിയിലെ ആദിവാസികൾ. ഇവരെ അറിവിന്റെ ആദ്യാക്ഷരങ്ങളിലേക്ക് കൈപിടിച്ചു കയറ്റാൻ അംഗനവാടികൾ ചെയ്ത സേവനം അവഗണിക്കാവുന്നതല്ല. എന്നാൽ ഇവിടുത്തെ അംഗനവാടികൾക്ക് സ്വന്തം കെട്ടിടങ്ങളില്ല. എന്നാൽ ഇപ്പോൾ പ്രതീക്ഷയുടെ വെളിച്ചവുമായാണ് ആദിവാസി ക്ഷേമവകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ഇവർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ 10 അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടം നിർമ്മിച്ചു നൽകാൻ മന്ത്രി ഉത്തരവിട്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രി ഇടമലക്കുടി സന്ദർശിക്കുന്നത്. ആദിവാസി കോളനി സന്ദർശിച്ച മന്ത്രി ആദിവാസി കുട്ടികൾക്കൊപ്പം സമയം ചെലവിടാനും മറന്നില്ല. മൂന്നാറിൽ നിന്ന് 20 കിലോമീറ്റർ വാഹനത്തിലും പിന്നീട് 18 കിലോമീറ്റർ കാൽനടയായും യാത്ര ചെയ്താണ് നിലവിലിവിടേക്ക് അധ്യാപകർ എത്തുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഈ അംഗനവാടികളിലൂടെ സാമൂഹ്യ മാറ്റം വരുത്താൻ പങ്കുവഹിച്ചതിൽ ഇവർക്ക് സന്തോഷം മാത്രം. പണ്ടൊക്കെ 12 വയസ്സ് പിള്ളേരൊക്കെ കെട്ടിച്ചു വിടും, പ്രായം പൂർത്തിയാകാത്ത പിള്ളേരൊക്കെ. ഇപ്പം അങ്ങനെയൊക്കെ ലെവലൊക്കെ മാറ്റം വന്നു. ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ 18-17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. നിരവധി കലാമത്സരങ്ങളിലും പഠനത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ തേക്കടി അമലാംബിക സ്കൂളിലെ ആദിത്യയുടെ വിശേഷങ്ങൾ ഇനി കാണാം. പഠനത്തിലും കലാരംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരവധി സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വാങ്ങി ശ്രദ്ധേയായിരിക്കുകയാണ് നമ്മുടെ ഈ കൂട്ടുകാരി. തേക്കടി അമലാംബിക സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഈ കൂട്ടുകാരി. ഇത്രയും പ്രൈസ് കിട്ടിയ കൂട്ടുകാരിൽ എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും അവരാണ് ക്ലിയർ ചെയ്ത് തരും. പിന്നെ പ്രൈസ് കിട്ടുന്ന എവരും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അവരാണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹോളി ഫെയ്ത്ത് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ തുടർച്ചയായി ക്ലാസുകളും റാങ്കുകളും ആദിത്യ വാങ്ങി. നമ്മുടെ ഈ കൂട്ടുകാരിയുടെ കവിത കേൾക്കാം. തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. കുമളി പുളിങ്കക്കുന്നേൽ വീട്ടിൽ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, സുബി ഷൈൻ എന്നിവരുടെ മകളായ ആദിത്യയ്ക്ക് ഒരു അനുജൻ കൂടിയുണ്ട്. ആദിത്യയ്ക്ക് എല്ലാവിധ ആശംസകളും. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. തിരുവനന്തപുരത്ത് കൊച്ചു കലാപ്രതിഭകൾ ചേർന്നൊരുക്കിയ ചിത്ര പ്രദർശനം ഇനി കാണാം. ടിൻഡ് അക്കാദമി ഫോർ ആർട്ടിൽ നിന്ന് പരിശീലനം നേടിയ 62 കുട്ടികളാണ് പ്രയാണം എന്ന ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. ഏപ്രിൽ 1 മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ജയകുമാർ IAS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 2, 3, 4 തീയതികളിൽ രാവിലെ 10 മുതൽ 6 വരെയായിരുന്നു പ്രദർശനം. ഞാൻ ടിൻഡ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷമായി. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായിട്ട് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഞാൻ വരയ്ക്കും. എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ടീച്ചറും സാറുമാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. പിന്നെ നല്ല ടീച്ചേഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് വർക്ക് ഇപ്പൊ ടീച്ചർ തന്ന വർക്ക് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഏത് വർക്ക് നമുക്ക് ചൂസ് ചെയ്ത് വരയ്ക്കാം. കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള, ചലച്ചിത്ര സംവിധായകൻ നേമം പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു.
കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കുട്ടികൾക്കായുള്ള ഏകദിന ശില്പശാല പത്തനംതിട്ടയിൽ നടന്നു. നിരവധി പേർ ക്ലാസുകൾ എടുത്തു. പത്തനംതിട്ട ജവഹർ ബാലജന വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വ്യക്തിത്വ വികസന ക്യാമ്പ് നിറവ് 2012 സംഘടിപ്പിച്ചു. കളിയും ചിരിയും കൗതുകങ്ങളുമായി നിരവധി കൊച്ചു കൂട്ടുകാർ ഒത്തുകൂടി. മലയാളിക്ക് അറിയാലോ അംഗീകരിക്കാനുള്ള നേരത്തെ ഞാൻ കടന്നു വരുമ്പോ കേട്ടോണ്ടിരുന്ന കയ്യടിയെ പറ്റി അദ്ദേഹം പറയുന്നതാ. ഓക്കെ സ്റ്റാൻഡപ്പ്. That is improvement. Okay, sit down. കുട്ടികൾക്കിടയിലെ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിയാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽപ്പെട്ടവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച കലാവിരുന്ന് ശില്പശാലയ്ക്ക് മാറ്റുകൂട്ടി. പഠനത്തിന്റെയും പരീക്ഷയുടെയും ഭാരം സൃഷ്ടിച്ച പിരിമുറുക്കത്തിൽ നിന്ന് ആഹ്ലാദത്തിന്റെ ഒരു ദിനം ഇവർക്കായി പകർന്നു നൽകുകയായിരുന്നു ജവഹർ ബാലജനവേദി. PJ കുര്യൻ MP ആണ് നിറവിന് തിരി തെളിച്ചത്. DCC പ്രസിഡന്റ് P മോഹൻരാജ്, റോജി പോൾ ഡാനിയൽ, അഡ്വക്കേറ്റ് പഴകുളം മധു എന്നിവർ സംബന്ധിച്ചു. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കലാമത്സരങ്ങളിൽ മികവ് തെളിയിച്ച സാന്ദ്ര ജോസഫിനെ പരിചയപ്പെട്ടാലോ? ഇടുക്കി സ്വദേശിയാണ് ഈ മിടുക്കി. ലളിതഗാനം, സിനിമാ ഗാനം, ശാസ്ത്രീയ സംഗീതം, നൃത്തം, കവിത തുടങ്ങി എല്ലാ ഇനങ്ങളിലും നിരവധി തവണ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വാങ്ങിക്കൂട്ടിയ ആളാണ് സാന്ദ്ര ജോസഫ് എന്ന ഈ കൂട്ടുകാരി. അണക്കര മൗണ്ട് ഫോർട്ട് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സാന്ദ്ര. നമുക്ക് കവിത കേൾക്കാൻ ഇഷ്ടമാണല്ലോ, അല്ലേ? നിശബ്ദത പോലും ഒന്നു നിശബ്ദമായി വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി. നേരം വെളുത്ത നേരം മുതൽ പച്ചപ്പിലാവിലെ തൊപ്പി മെനഞ്ഞുകൊണ്ടച്ഛൻ്റെ ചാര തിരുന്നതോർക്കുന്നു ഞാൻ. വാരിയെടുത്തെന്നെയുമ്മ വെച്ചെന്നമ്മ ഓരോന്നു ചൊല്ലിക്കരഞ്ഞതോർക്കുന്നു ഞാൻ. സംസ്ഥാന തലത്തിൽ നിരവധി മത്സരത്തിന് സാന്ദ്ര സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അണക്കര ജൂനിയർ ചേംബറിന്റെ ചെയർപേഴ്സൺ കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരി. സാന്ദ്രയ്ക്ക് കുട്ടികളുടെ വാർത്തയുടെ ആശംസകൾ. സിനിമ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ശ്രദ്ധിച്ചോളൂ. ആനിമേഷൻ ചിത്രം പൈറേറ്റ്സ് ഏപ്രിൽ 27 തിയേറ്ററുകളിൽ എത്തും. When tales are told of pirates, their vicious nature and their ruthless ways, one pirate is more feared than them all. Avast! I'm the pirate captain. And I'm here for your gold. Gold? Afraid we don't have any gold, old man. This is a leper boat. See? നർമ്മവും സാഹസികതയും നിറഞ്ഞ 88 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ് പൈറേറ്റ്സ്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ബ്രിട്ടൻ കടൽക്കൊള്ളക്കാരും വിക്ടോറിയ രാജ്ഞിയുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. What pirates? Nobody here but us Girl Scouts.
want them sunk! Enough in the face of danger. I don't really like danger at all. പൈറേറ്റ് ക്യാപ്റ്റൻ തന്ത്രപരമായി കൊള്ളയടിക്കാൻ കഴിവുള്ളവനാണ്. ഈ കൊള്ളസംഘത്തിന്റെ എതിരാളികൾ ക്യാപ്റ്റനെയും കൂട്ടരെയും നിരന്തരമായി ആക്ഷേപിക്കുന്നു. Standard, sir. Gruesome. Extra gruesome. Let's make their gizzards shake. We're having a little trouble with pirates. I'm the pirate captain and the ghost ship. ഇതോടെ ക്യാപ്റ്റനും കൂട്ടരും പരിഹാസ കഥാപാത്രങ്ങളായി മാറുന്നതാണ് കഥാസാരം. അഡേൽ അക്വിനി, മാർട്ടിൻ ഫ്രീമാൻ, ബ്രണ്ടർ ഗ്രസൻ, റസൽ ടോവെ എന്നിവരാണ് താരങ്ങൾ. പീറ്റർ ലോഡാണ് സംവിധാനം. ഗിഡൻ ഡിഫോയുടേതാണ് കഥ. കൊളംബിയ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. That trophy's got my name on it. She doesn't even have a beard. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കൂട്ടുകാർക്കെല്ലാം മുത്തശ്ശി കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? മുത്തശ്ശി കഥകൾ വെറുതെ കേട്ട് കളയാനുള്ളതല്ല കേട്ടോ. ഓരോ കഥയിലെയും ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായി നിങ്ങൾ ശ്രമിക്കണം. ഇതാ വരുന്ന ഇന്നത്തെ മുത്തശ്ശി കഥ. One day Emperor Akbar, pleased with something that Birbal had done, said to him, ബീർബലിന്റെ ബുദ്ധിവൈഭവം പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന സമയം. ബീർബലിന്റെ സാമർത്ഥ്യത്തിൽ സംപ്രീതനായ അക്ബർ ചക്രവർത്തി ഇക്കുറി 200 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി. മാത്രമല്ല അദ്ദേഹത്തിന്റെ നീതിബോധത്തെ വാനോളം പുകഴ്ത്താനും മറന്നില്ല. ഇതോടെ സദസ്യരിൽ പലർക്കും അസൂയ പൂണ്ടു. കാസിമായിരുന്നു അതിൽ പ്രമുഖൻ. ബീർബലിനെ കൊടുക്കണമെന്ന് തീരുമാനിച്ച അയാൾ ചോദിച്ചു, ബീർബൽ, അങ്ങയുടെ പ്രശസ്തി നാടെങ്ങും പരക്കുകയാണ്. താങ്കൾ അതിബുദ്ധിമാനെങ്കിൽ എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകൂ. താങ്കളുടെ ഭാര്യയുടെ കൈകളിൽ എത്ര വളകളുണ്ട്? How many bangles are there in her hands? I wish he answers my question. ബീർബലിനെ കാസിമിന്റെ കുരുട്ടു ബുദ്ധി മനസ്സിലായി. ബീർബൽ പറഞ്ഞു, കാസിം, താങ്കൾ എപ്പോഴും താങ്കളുടെ താടി തടവുന്നത് കാണാമല്ലോ. താങ്കളുടെ താടിയിലുള്ള രോമത്തിന്റെ 1000-1 വളകളാണ് എന്റെ ഭാര്യയുടെ കൈകളിലുള്ളത്. ഇത് കേട്ട എല്ലാവരും ചിരിയായി. That number is the number of bangles that are there on my wife's hands. കാസിം എളിഭ്യനായി. ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, താങ്കളൊരു മിടുക്കൻ തന്നെ. എങ്കിൽ ഞാനും ഒരു ചോദ്യം ചോദിക്കാം. എന്റെ ദേഹം മുഴുവൻ രോമമുണ്ടെങ്കിലും കൈവെള്ളകളിലില്ല. അതെന്തുകൊണ്ടാണ്? ചക്രവർത്തി, അങ്ങ് ദാനശീലനാണ്. ഇടയ്ക്കിടെ സ്വർണ്ണ നാണയങ്ങൾ ദാനമായി നൽകും. നാണയങ്ങൾ കയ്യിൽ ഉരസി രോമങ്ങൾ ഇല്ലാതാവുന്നതാണ്. Due to this, there is constant friction that the coins create on your palms. The hair on your palms fall off, my lord. ബീർബലിന്റെ ഉത്തരം ബോധിച്ചെങ്കിലും ചക്രവർത്തി മറുചോദ്യം എറിഞ്ഞു, എങ്കിൽ താങ്കളുടെ കയ്യിൽ രോമമില്ലാത്തതെന്താണ്? ബീർബൽ ഉടൻ പറഞ്ഞു, ഇടയ്ക്കിടെ ചക്രവർത്തി എന്റെ കൈ നിറയെ നാണയങ്ങൾ നൽകാറുണ്ട്. ആ നാണയങ്ങൾ എന്റെ കയ്യിൽ ഉരസി എന്റെ കയ്യിലെ രോമങ്ങൾ പോകുന്നതാണ്. Giving away those gifts. Similarly, the hair in my palms have gone by accepting those gifts, my lord. ഉടൻ ചക്രവർത്തി ചോദിച്ചു, എങ്കിൽ ഈ സദസ്യരിൽ ആരുടെ കയ്യിലും രോമമില്ലല്ലോ, അതെങ്ങനെ സംഭവിച്ചു? ചക്രവർത്തി, ഇവിടെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങൾ കിട്ടാത്തവരാണല്ലോ കൂടുതൽ. അങ്ങ് എനിക്ക് സമ്മാനങ്ങൾ നൽകുന്നത് കാണുമ്പോൾ അവരൊക്കെ അസൂയ പൂണ്ട് കൈകൾ കൂട്ടി തിരുമാറുണ്ട്. പിന്നെ എങ്ങനെ രോമമുണ്ടാവും? ഉത്തരം നന്നായി ബോധിച്ച ചക്രവർത്തി 50 സ്വർണ്ണ നാണയങ്ങൾ കൂടി ബീർബലിന് നൽകി. The emperor was very happy with Birbal's reply and gave him an additional 50 gold coins. അസൂയ പൂണ്ട സദസ്യർ കൈകൾ വീണ്ടും കൂട്ടിത്തിരുമ്മി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. Out of jealousy.
ഇന്നത്തെ കുട്ടികളുടെ വാർത്ത കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നിങ്ങളുടെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് TV, കരമ്പനാൽ ആർക്കേഡ്, 4 PO, തിരുവനന്തപുരം. ഇമെയിൽ kidsnews@jhindtv.in. അപ്പോൾ ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.